നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. പഞ്ചാരക്കൊല്ലി നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം. നരഭോജി കടുവയുടെ ശല്യം ഇനി ഉണ്ടാവില്ല. പ്രദേശവാസികളെ ദിവസങ്ങളോളം മുൾമുനയിൽ നിർത്തിയ കടുവയാണ് ഇപ്പോൾ ചത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30-യോടെയാണ് കടുവയെ സ്പോട്ട് ചെയ്തത്. പുലർച്ചെ 2:30-യോടെ കടുവയെ പിന്തുടരുകയും ചെയ്തു. എന്നാൽ രാവിലെ 6:30-യോടെയാണ് കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കടുവയുടെ ശരീരത്തിൽ ആക്രമണമേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. ഈ പരിക്കുകൾക്ക് ദിവസങ്ങളുടെ പഴക്കവും ഉണ്ടായിരുന്നു. മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയതിന്റെ പാടുകളാവാമെന്നാണ് സംശയം. എന്നാൽ കടുവയെ വെടിവെച്ചിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപത്തെ വനമേഖലയിലാണ് ദൗത്യ സംഘം കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. 6 മുതൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള കടുവയെ ഒരു വീടിന്റെ തൊട്ടു പിറകിൽ നിന്നാണ് കണ്ടെത്തുന്നത്. എന്നാൽ നരഭോജി കടുവ തന്നെയാണ് ചത്തതെന്നുള്ള സ്ഥിരീകരണത്തിലാണ് അധികൃതർ. ഇതറിഞ്ഞ ഉടനെ തന്നെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാർ ഈ സന്തോഷ വാർത്ത ആഘോഷിച്ചത്. മറ്റു പ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഇവിടെയും തിരച്ചിൽ നടത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. പിലാക്കാവും പഞ്ചാരക്കൊല്ലിയും മണിയൻകുന്നുമെല്ലാം കടുവ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിയിച്ച സ്ഥലങ്ങളാണ്. എന്നാൽ പഞ്ചാരക്കൊല്ലിയിൽ ആദ്യമായാണ് കടുവ ഒരാളെ കൊല്ലുന്നത്. സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ 46 വയസ്സുള്ള രാധയാണ് ദാരുണമായി കൊല്ലപ്പെടുന്നത്. കടുവ കാപ്പിത്തോട്ടത്തിൽ വെച്ച് രാധയെ ആക്രമിക്കുകയും പിന്നീട് ഉൾക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ടുപോയാണ് ഭക്ഷിച്ചത്. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. വനപ്രദേശത്ത് നിന്ന് മൃതദേഹം നീക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രതിഷേധവും നടത്തിയിരുന്നു. നാട്ടുകാരും അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. പിന്നീട് നൽകിയ തീരുമാനങ്ങൾ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് മോർച്ചറിക്ക് മുന്നിലും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധത്തിന് ഒടുവിലാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് ക്യാമ്പാക്കി തിരച്ചിൽ ആരംഭിച്ചത്. നഗരസഭയുടെ 3 വാർഡുകളിലാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതിനിടയിൽ കടുവ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി. ആദ്യം എടുത്ത തീരുമാനത്തിൽ കടുവയെ ജീവനോടെ പിടികൂടി മൃഗശാലയിലേക്ക് മാറ്റണമെന്നായിരുന്നു തീരുമാനം. എന്നാൽ വെടിവെച്ച് കൊല്ലണമെന്ന തീരുമാനത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് തിരച്ചിലിനിറങ്ങിയ ദൗത്യ സംഘത്തിന് നേരെ കടുവ പിന്നിൽ നിന്ന് ആക്രമണം നടത്തുകയും ചെയ്തു. ജയസൂര്യ എന്ന വനപാലകനെയാണ് കടുവ ആക്രമിച്ചത്. കടുവയുടെ നഖം കൊണ്ട് ജയസൂര്യയുടെ കൈക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ മന്ത്രി AK ശശീന്ദ്രൻ രാധയുടെ വീട്ടിലെത്തി രാധയുടെ മകന് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു. എന്നാൽ വൻ പ്രതിഷേധത്തോടെയാണ് നാട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദൗത്യസംഘത്തിന്റെ തെരച്ചിലിനൊന്നും കടുവയെ കണ്ടെത്താനായില്ല. ഞായറാഴ്ച രാത്രിയോടെ കടുവ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയത് നാട്ടുകാർ കണ്ടെന്ന് അറിയിച്ചതോടെ വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കി. 48 മണിക്കൂർ നേരത്തേക്കാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകി. ഷാർപ്പ് ഷൂട്ടർമാരും കുങ്കിയാനകളും തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ കടുവയുടെ ജനം കണ്ടെത്തുകയായിരുന്നു.